ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വ്യവസായി മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലെത്തിയാണ് അന്വേഷണ സംഘം മണിയെ ചോദ്യം ചെയ്തത്. താൻ ഡി മണിയല്ലെന്നും തന്റെ പേര് സുബ്രമണിയാണെന്നും വ്യവസായി അവകാശപ്പെട്ടു. ஒரு என்கொயரி பேர் மாறுதலுக்காக என்கொயரி பண்ணாங்க. அவங்க கேட்க கொஸ்டின் எல்லாம் கொடுத்துட்டேன். நீங்கள் இல்லை அப்படின்னு சொல்லிட்டு கிளம்பிட்டாங்க. இதான் நடந்தது. இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க, அது இல்லை. அவங்க இது வந்து கேரளா இருந்து போலீஸ் வந்திருக்காங்க. அவங்க யாரு? எஸ்ஐடி. எந்த கேஸும் சொல்லவே இல்லை. உங்கள் மேலே ஒரு கமெண்ட் ஆயிருக்கு. அவங்க சொல்லி அந்த கமெண்ட்னா சிபிசிஐடி கோர்ட்லேருந்து வந்திருக்கு பதில் சொன்னாங்க. அவங்க கேட்குற கொஸ்டின் எல்லாமே நான் பார்த்துருக்கேன். என்ன கேட்டாங்க? உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு. அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க. ஐடி கேட்டாங்க. ஒன்றுன்னா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் எம்எஸ் பண்ணி எம்எஸ் ஃபுல் நேம் சுப்பிரமணியன் சொன்னேன். அதுக்கப்புறம் வந்துட்டு எல்லாமே நாங்கள் பேச அப்புறம் யார் தெரிஞ்சுட்டு அவங்க. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് താൻ പരാമർശിച്ച ഡിണ്ടിഗൽ മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ 3 ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പേരാണ് ഡി മണി. രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായി, പ്രവാസി വ്യവസായിയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതൊരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണെന്നും മാത്രമല്ല 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ച ഡി മണി എന്ന ചെന്നൈ സ്വദേശി ഇവിടേക്കെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി, മാത്രമല്ല ശബരിമലയിലെ ഒരു ഉന്നതൻ എന്നിവർക്ക് വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് പണം നൽകിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ SITക്ക് മൊഴിയായി നൽകി. ഇതിന് പിന്നാലെയാണ് SITക്കുള്ളിലെ പ്രത്യേക സംഘം ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഡി മണി എന്ന വ്യവസായിയിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു. അവിടെ വെച്ചാണ് SITക്ക് ചില വിവരങ്ങൾ കിട്ടുന്നത്. അതായത് ഡി മണി എന്നാൽ ഡയമണ്ട് മണിയാണെന്നും ഇയാൾ ഡിണ്ടിഗൽ സ്വദേശിയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മുതൽ SITയുടെ ഒരു പ്രത്യേക സ്ക്വാഡ് ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. ഇന്ന് രാവിലെ ആദ്യം ആ SIT പ്രത്യേക സംഘം ചോദ്യം ചെയ്തത് ഈ ഡി മണിയുടെ സുഹൃത്തും അദ്ദേഹത്തിന്റെ കൂട്ടാളിയുമായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്നയാളെ കേന്ദ്രീകരിച്ചായിരുന്നു. ശ്രീകൃഷ്ണൻ നേരത്തെയും ഈ സമാനമായ ചില വിഗ്രഹക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉൾപ്പെട്ടുള്ള ആളാണ് എന്ന പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണ് ഡി മണിയെ വീണ്ടും നേരിൽ കണ്ട് ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതിനുശേഷം നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടായി. ഇയാൾ പറഞ്ഞു ഇയാൾ ഡി മണി ഒന്നുമല്ല, ഇയാൾ സുബ്രമണി എന്നയാളാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ ഇതുവരെയുള്ള കണ്ടെത്തലനുസരിച്ച് ഡി മണി ചെന്നൈ കേന്ദ്രീകരിച്ച്, ചെന്നൈയിലെ വിരുദനഗർ കേന്ദ്രീകരിച്ച ചില സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ടയാളാണ്, ഒരു വ്യവസായിയാണ്. ഇയാൾക്ക് വജ്രവ്യാപാരമുണ്ട്, നേരത്തെ സ്വർണ്ണക്കച്ചവടം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ചില വിഗ്രഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഇയാളുടെ പങ്കിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ SIT ഇപ്പോൾ പുറത്തേക്ക് അല്ലെങ്കിൽ അവർ തന്നെ ചില സൂചനകളായി പുറത്തേക്ക് വിടുന്നുണ്ട്. എന്തായാലും ഡിണ്ടിഗലിലെ അന്വേഷണ സംഘം അവസാനിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ നാളെയും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് ഇരുവരുടെയും, ഡി മണി അതേപോലെ ശ്രീകൃഷ്ണൻ എന്നിവരെ കുറിച്ചിട്ടുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായി ഉണ്ടാകും. അതേസമയം ഈ ശ്രീകൃഷ്ണൻ അതേപോലെ ഡി മണി എന്നിവർക്ക് നാളെ തിരുവനന്തപുരത്ത് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതേപോലെ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയായിരുന്നു അവരുടെ അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം കടന്നപ്പോൾ നിർണായകമാണ് നാളെ എന്നുള്ള കാര്യം ഉറപ്പ് സ്വർണ്ണക്കൊള്ളയിൽ. മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ A പത്മകുമാറിനോടൊപ്പം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസിനും N വിജയകുമാറിനും നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അവർ ഇതുവരെയും ഹാജരായതായി നമുക്ക് വിവരമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ നാളെ SIT എടുക്കുന്ന തീരുമാനവും നിർണായകമാകും. ഇന്ന് വൈകുന്നേരം അവരുടെ റിവ്യൂ മീറ്റിംഗ് SITയോടെ ചേർന്നിരുന്നു. അതിനുശേഷം അവർ ഇക്കാര്യത്തിൽ കുറിച്ച് കൂടുതൽ ആലോചനകൾ നടത്തും. ഏതായാലും നാളെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.